കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ്. Good morning, ma'am. മോർണിംഗ്. Good morning, ma'am. Good morning, ma'am. ഗുഡ് മോർണിംഗ്. Good morning, ma'am. മോർണിംഗ്. How is going there? Is it raining? Is it raining there? No, ma'am. നേരത്തേക്ക് നല്ല മഴയായിരുന്നല്ലേ? മഴയൊക്കെ കുറവല്ലേ? ഇപ്പൊ പ്രശ്നമില്ല അല്ലേ? Good morning, ma'am. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോട്ടെ കേട്ടോ. ഇതുവരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേറെ എന്തൊക്കെയാ വിശേഷങ്ങളുള്ളത്? പറഞ്ഞോളൂ. മഴയാണ് ഏറ്റവും വലിയ വിഷയം അല്ലെ? പറയുന്ന കേൾക്കണില്ലേ? Yes, ma'am. ഇന്ന് അവിടെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ടോ? No, അവധിയാണ്. ഇന്ന് അവധിയാണല്ലേ? എവിടേക്കാണ്? ആലപ്പുഴ, തൃശ്ശൂര്, 8 ജില്ലകള്. 4 ജില്ലയിലല്ലേ? ആലപ്പുഴ, തൃശ്ശൂര്, കോഴിക്കോട്, കണ്ണൂര്, പാലക്കാട്. പാലക്കാട് ഉണ്ടല്ലേ? പാലക്കാട്, കണ്ണൂര് ഇവിടേക്ക് ഒഴിവാണല്ലേ? ഇന്നലെ ഞങ്ങൾക്കായിരുന്നു എറണാകുളം ഭാഗത്തുണ്ടായിരുന്നു. എല്ലാവരും സുരക്ഷിതരായിട്ടല്ലേ ഇരിക്കണേ? പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ നിങ്ങളുടെ ഭാഗത്തൊന്നും? എത്ര പേര് ജോലിക്ക് പോകുന്നവരുണ്ട് ഇതില്? പുറത്തേക്ക് ജോലിക്ക് പോകുന്ന ആളുകളാ? ഞാൻ പാർട്ട് ടൈം ആയി വർക്ക് ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം ആയിട്ടാണ് അല്ലെ? എങ്ങനെയാ? ഇൻഷുറൻസില. ഏത് ഇൻഷുറൻസാ? ഹെൽത്ത് ഉണ്ട്, ലൈഫും ഉണ്ട്. അപ്പൊ അത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യോ അല്ലെങ്കിൽ അവിടെ പോണോ? പോണം മാം. പോണോ അല്ലേ? ഈ മഴയൊക്കെ ഉള്ളപ്പോഴാണ് അല്ലെ? അതെന്ന് സ്കൂളും ഇല്ലല്ലോ, അതുകൊണ്ട് അവധി എടുത്തു. അപ്പോ മഴയുള്ളത് കൊണ്ട് ചിലപ്പോൾ നെറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാം. ചിലർക്ക് ക്ലാസ് ലെഫ്റ്റായി പോകുന്നവരുണ്ടാവും. ഓക്കെ, അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ നാച്ചുറൽ കലാമിറ്റിയുടെ ഇഷ്യൂസ് ആണെന്ന് നമുക്ക് കരുതാം. അപ്പൊ അവരെന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സില് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഏതൊക്കെ ക്ലാസ് എടുത്തു എന്നൊക്കെ ആരോടും ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? തീർച്ചയായും ജോയിൻ ചെയ്തിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വന്ന പോലെയൊക്കെ നിങ്ങൾ വരിക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ആരൊക്കെയാ ഓർക്കണം? നമ്മള് നമ്മള് എങ്ങനെയാണ് ഒരു സെന്റൻസ് അല്ലെ നമ്മുടെ ആശയം എങ്ങനെ ഒരു ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെ? ഒരു കോൺവെർസേഷൻ എങ്ങനെ മേക്ക് ചെയ്യാമെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പോകുന്നു എന്നും പോകുന്നില്ല എന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്, പോവുകയാണ്, ഇതൊക്കെ പോയിട്ടുണ്ട് അല്ലെ, പോയി എന്നൊക്കെ പറയാനായിട്ട് നമ്മള് പഠിച്ചു കഴിഞ്ഞു. എന്തെല്ലാം ഉപയോഗിച്ച് നമുക്ക് പറയാം ആയിട്ട് പറ്റുമെന്ന് നമുക്ക് അറിയാം അല്ലെ? ഇപ്പോ ഞാൻ ടീച്ചറായി ജോലി ചെയ്യുകയാണെന്ന്
നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയാൻ സാധിക്കുക? ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനില് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മൾ എന്താ പറയുക? നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക? I am. അല്ലെ? My name is. മൈ നെയിം അല്ലേ? അല്ലെ? എന്റെ പേര് ഇന്നതാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തും. അപ്പൊ എന്തെന്തായിരിക്കുള്ളൂ? മൈ നെയിം ഈസ് അല്ലെ? അങ്ങനെ പറയാം. Yes. അതിനുശേഷം എന്ത് പറയാനായിട്ട് സാധിക്കും? ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇത് വെച്ചിട്ടും ഓരോ ടെൻസിന്റെ ഭാഗങ്ങൾ വെച്ചിട്ടും നമ്മൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. വേണ്ടേ? എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? Yes, ma'am. അപ്പൊ Yes, ma'am. ഞാൻ SSLC വരെ അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഡിഗ്രി ഉണ്ട് എന്നെങ്ങനെയായിരിക്കും നമ്മൾ പറയുക? എനിക്ക് ശാലിനി ആണെങ്കിൽ ശാലിനി ശശി, Yes, ma'am. ശാലിനിക്ക് ഒരു ഡിഗ്രി ഉണ്ടെന്ന് എങ്ങനെ ശാലിനി പറയും? സോഷ്യൽ സയൻസിൽ I am graduating. അവിടെ I am a ശാലിനി Yes. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഉണ്ട് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏത് വാക്കാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? Have. ഹാവ് അല്ലെ? അപ്പൊ എനിക്കുണ്ട് എന്നെങ്ങനെ പറയും? I have. എന്തുണ്ട്? ഒരു ഡിഗ്രി ഉണ്ട് അല്ലെ? I have a degree in mathematics. ഓക്കെ, വെരി ഗുഡ്. ഐ ഹാവ് എ ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് അല്ലെ? ഓക്കെ അല്ലെ? കറക്റ്റ് ആയി അല്ലെ? ഞാൻ ഇനിയിപ്പോ ഞാൻ പഠിക്കാൻ കാര്യങ്ങൾ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യണം അല്ലെ? നമ്മളെ തന്നെ എന്ത് ചെയ്യണം? അവരോട് പറഞ്ഞു കൊടുക്കണം ഏതൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടി ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്കൊക്കെ പോകാം കേട്ടോ. ഇനി നമ്മൾ പോയി എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ഞാൻ പഠിച്ചു എന്ന് പറയാനായിട്ട് ഏത് വാക്കാ നമ്മൾ ഉപയോഗിക്കുക? ഞാൻ പഠിച്ചു. I studied. I study. V3 ഉപയോഗിക്കണം. കറക്റ്റ് ആണ് അല്ലെ? ഐ സ്റ്റഡീഡ് അല്ലെ? ഐ സ്റ്റഡീഡ് അല്ലെ? ഞാൻ പഠിച്ചു അല്ലെ? ഞാൻ പഠിച്ചു എന്ന് വരെ നമ്മൾ അവിടെ ഞാൻ അല്ലെ? ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് വരുമ്പോഴേ എന്താണ്? I have. ഐ ഹാവ്. അപ്പൊ എന്താണ്? സ്റ്റഡീഡ് V3 ഉപയോഗിക്കണം അല്ലെ? സ്റ്റഡീഡ്. അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നം വരിക, ഒരു V3 എങ്ങനെ ഫോം ചെയ്യാന്നുള്ളത്. അപ്പൊ ഇടക്കിടക്ക് നമ്മളിങ്ങനെ പറഞ്ഞു പോകും കേട്ടോ. ഐ ഹാവ് എന്ത് വരും? Studied. Studied. ഐ ഹാവ് സ്റ്റഡീഡ് കേട്ടോ. അതിന്റെ പാസ്റ്റ് V2 ചേർക്കണം കേട്ടോ. V2 ആണ് കേട്ടോ. എപ്പോഴും ഹാവിന്റെ കൂടെ എപ്പോഴും എന്ത് ചേർക്കണം? V3 ചേർക്കാൻ പാടുള്ളൂ. എന്തെന്നാണ് ചേർക്കാൻ പാടുള്ളത്? V3 ചേർക്കാനേ പാടുള്ളൂ. അത് ഓർക്കണം കേട്ടോ. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ടുണ്ടെന്നാണെങ്കിലോ? I have went. ഐ ഹാവ് Gone. Went. Gone. ഗോൺ ആണ്. വെന്റ് എന്ന് പറയരുത് കേട്ടോ. വെന്റ് എന്ന് വെച്ചാൽ പോയി അല്ലെ? ഞാൻ പറഞ്ഞു V3 ഉപയോഗിക്കാനേ പാടുള്ളൂ. ഗോ, വെന്റ്, എന്താണ്? അപ്പൊ എന്ത് ചേർക്കാം? ഐ ഹാവ് ഗോൺ അല്ലെ? ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെന്താണ്? ഞാൻ അവിടെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഏത് വേർഡ് ഉപയോഗിച്ചാലും നമുക്ക് ഇതെല്ലാം പറയാൻ സാധിക്കും. ഹാവ് എന്നതോ ഹാസ് എന്നോ ഉപയോഗിച്ചാൽ അവളാണെങ്കിൽ ഹാസ് ഉപയോഗിക്കണ്ടേ? ഇല്ലേ? അപ്പോ ഹാവോ ഹാസോ അതിന്റെ V3 ഉപയോഗിക്കുകയോ ഹാവോ പ്ലസ് V3 ഉപയോഗിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ സംഭവത്തെ എന്ത് ചെയ്യാം? ആ കഴിഞ്ഞ സംഭവത്തെ അല്ലെ? ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട് അല്ലെ? ഞാൻ വരച്ചിട്ടുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പ്രയോഗിക്കാനായിട്ട് നമുക്ക് ഹാസ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ത് ഉപയോഗിക്കാം. ഓക്കെ ആണോ? അത്രയും ആണോ? ഇനി ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞു കേട്ടോ. സംശയം ആർക്കും ഇല്ലല്ലോ?
ഇനി അപ്പോ ഇനി ഞാൻ എന്താണ് ഞാൻ പഠിച്ചിട്ടില്ല എന്നാണെങ്കിലോ, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ എന്താണ് പോകുന്നില്ല, പഠിക്കുന്നില്ല എന്നൊക്കെ പറയാനായിട്ട് ഐ ഡു നോട്ട് അല്ലെ, ഡു നോട്ട് എന്നത് പദമാണ് നമ്മൾ ചേർത്തത്. ഈ പ്രാവശ്യം നമ്മൾ പറയുന്നത് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് അപ്പൊ ഇന്ന് ഡു ആണല്ലോ, പോകുന്നില്ല, ഡു നോട്ട് ആണ് നമ്മൾ നേരത്തെ ചേർത്തത്. അപ്പൊ ഇതിന്റെ പാസ് ചേർക്കണം. ഡിഡ് നോട്ട് എന്നതാണ് ഐ ഡിഡ് നോട്ട്, ഐ ഡിഡ് നോട്ട് എന്ന് ചേർക്കണം. ഇനി അപ്പോ ഇതെങ്ങനെ പറയാം? I did not reach there. അല്ലെ, കറക്റ്റ് ആണ്. ഐ ഡിഡ് നോട്ട് എത്തുക എന്നുള്ളതിന് എന്താണ് റീച്ച് അല്ലെ. ഐ ഡിഡ് നോട്ട് അല്ലെ, ഡിഡിന്റെ നേർക്കാട്ടോ. ഐ ഡിഡ് നോട്ട് റീച്ച് അല്ലെ, അവിടെ ഞാൻ എത്തിയിട്ടില്ല. ഐ ഡിഡ് നോട്ട് റീച്ച് ദർ അല്ലെ, ഞാൻ അവിടെ എത്തിയിട്ടില്ല എന്ന് പറയാം. ഇനി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പ്രവൃത്തി എന്താണ് തുടർന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇരിക്കുകയാണെന്ന് പറഞ്ഞാലേ ആമക്ക് ചേർക്കുള്ളൂ. ആമിസാറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ പറയുന്നതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയും? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിച്ചു എന്നുള്ളത്, പഠിച്ചു എന്ന് പറയുന്ന ക്രിയ എന്ത് ചെയ്തു? നടന്നു കഴിഞ്ഞു അല്ലെ. നടന്നു കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും എന്താണ് അതിന്റെ അത് അവസാനിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ. തുടർന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂവേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെയാണ്? ഞാൻ പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ എന്ത് പറയും? ഞാൻ ആയിരുന്നു എന്നാണ് അല്ലെ. ആയിരുന്നു നമ്മള് ഒന്ന് ശ്രദ്ധിക്കുക. ആർ ഈസ് അല്ലെ, ഇതൊക്കെ എന്താണ്? ആകുന്നു അല്ലെ. ആകുന്നു എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. ആയിരുന്നു എന്ന് പറയുമ്പോഴ് വാസ് അല്ലെങ്കിൽ വയറാണ് ആയിരുന്നു. പ്ലൂരലിന്റെ കൂടെ വയറും എന്ത് സിംഗുലറിന്റെ കൂടെ വാസും അല്ലെ. ആയിരുന്നു. അപ്പൊ എന്ത് ഉപയോഗിക്കണം നമ്മള്? കേട്ടോ, പ്ലസ് ING കേട്ടോ ഇതിന്റെ കൂടെ. അപ്പൊ ഐ വാസ് സ്റ്റഡിയിങ് അല്ലെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. പണ്ട് രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അല്ലെ. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയും? There was a king അല്ലെ. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു അല്ലെ. അവനൊരു മകനുണ്ട് അല്ലെ. എങ്ങനെ പറയും? ഒരാള് ആരെങ്കിലും 2 പേര് ഇനി വീഡിയോ ഓൺ ചെയ്തോളൂ. ഇത് വെച്ചിട്ട് ഒന്ന് നമുക്ക് സംസാരിച്ച് നോക്കാം. ആരാ ധൈര്യമായിട്ട് വരണ ആൾക്കാരെ? ആരാ വേബാ? ആരുമില്ല. എന്റെ കുഞ്ഞുങ്ങളെ വേബാ. രമ്യ പൊന്നൂസേ, മോനെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റോ? രമ്യ അഭിന ഫിദ റംഷാദ് ഓൺ ചെയ്തിട്ടുണ്ട് വീഡിയോ. കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് വേറെ ആരാ വരിക? ഫിദയുടെ കൂടെ ആരാ വരിക? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. തെറ്റിയാലും കുഴപ്പമില്ല മക്കളെ, തെറ്റിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഷിയാസ്. ഇനി 2 പേരും കൂടെ ഒന്ന് സംസാരിച്ചു നോക്കി. ഞാൻ പോയെന്നും പോയിട്ടുണ്ടെന്നും പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക് അല്ലെ. നമുക്കൊരു കഥയൊക്കെ പോലെയൊക്കെ പറഞ്ഞൂടെ? ഓഡിയോ
സോറി. ഓക്കെ, ഞാൻ മുംബൈയിലേക്ക് പോവുകയാണ്. ഞാൻ മുംബൈയിലേക്ക് പോവുകയാണ്. ഇതാ പോവുകയാണെന്നാട്ടോ പറഞ്ഞു കേട്ടോ. I am I am going going to to Mumbai. Is it correct? Correct ആണോ? ഞാൻ അതെ, ആ ഓക്കെ. ഞാൻ മുംബൈയിൽ പോയിട്ടുണ്ട്. ആ I have gone to Mumbai. മുംബൈയിൽ പോയിട്ടുണ്ട്. കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് പറയണം. ഞാൻ ചോദിക്കാം. ഞാൻ മുംബൈയിൽ പോവുകയായിരുന്നു. ആയിരുന്നു. ഐ വാസ് ഗോൺ മുംബൈ. I was gone. ഗോയിങ് ആണോ? ഐ ഗോയിങ് മുംബൈ. Going to Mumbai കേട്ടോ. മുംബൈയിലേക്കല്ലേ? അതെ. അവിടെ ഒരു പ്രിപ്പോസിഷൻ ആയിട്ടുള്ള ടു ചേർക്കണം കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞിരുന്നു തുടക്കത്തിൽ തന്നെ. ടു എന്നത് പറയുന്നത് തിന്നാൻ, കുടിക്കാൻ അല്ലെ, പോകാൻ അല്ലെ. അപ്പൊ ക്ക് എന്നുള്ളതിനും എന്ത് ഉപയോഗിക്കാം? ക്ക് എന്നുള്ളതിനും ടു ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ. മകൾക്ക് എന്ന് പറയുമ്പോ ടു ഡോക്ടർ കേട്ടോ. മകൾക്ക് അല്ലെ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രേ ഉള്ളൂ. എക്സാമ്പിൾ ആയില്ലേ? എക്സാമ്പിൾ ആയി അല്ലേ? ഇനി അടുത്ത ആരെങ്കിലും? അടുത്തതോ? ഇല്ലേ? ആരുമില്ലേ? ഇതൊന്ന് കറക്റ്റ് ചെയ്ത് എല്ലാവരും വേഗം കേൾക്കോ. ഹാഡ്ബീൻ ആണോ മോനെ? പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നല്ലേ പറഞ്ഞോളൂ? ശാലിനി എങ്ങനെയാണ് ക്ലാസ് ഉപയോഗിക്കുന്നത്? പെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ശാലിനി പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Okay, Shalini Shashi. Okay, was raining. Okay, very correct. Was raining. Fida, correct. Okay, Ransa Mahin, correct. Jayalakshmi, correct. Fatima, okay. Hello. Joffin, correct. It was raining. It was raining. Okay. ഇനിയുണ്ടോ? ഉള്ളോ? Musaba, that you are raining. Okay. It was raining, അല്ലേ? മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, കറക്റ്റ്. ലിജിമോൾ കറക്റ്റ്. ഷിയാസ് കറക്റ്റ്. നീനു ബിജു കറക്റ്റ്.
അല്ലെ? അപ്പൊ ഞാൻ പറയും മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് അത് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് അത് ഞാൻ ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു, അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചു, അല്ലെ? എങ്ങനെ പറയും? എങ്ങനെയായിരിക്കും എഴുതുക? ഒരു കഥ പോലെ എങ്ങനെ എഴുതും? മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു, അല്ലെ? ശ്രദ്ധിച്ചത് എന്നൊക്കെ പറയൂലേ? എങ്ങനാ? അപ്പോൾ when I noticed that, അല്ലെ? അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു, അല്ലെ? when I noticed that. എല്ലാവരും എഴുതിയിട്ടുണ്ടോ അങ്ങനെ? ഓക്കെ. എന്താണ് നോട്ടീസ് ചെയ്തത്? എന്താണ് നമ്മൾ ശ്രദ്ധിച്ചത്? എന്തായിരിക്കണം, അല്ലെ? നിങ്ങളുടെ മനസ്സിലുള്ളത് കൂട്ടിച്ചേർത്തോളൂ. ഞാൻ അത് കണ്ടു, അല്ലെ? ഞാനത് ശ്രദ്ധിച്ചു. എന്ത് ശ്രദ്ധിച്ചു? ഇനി നിങ്ങൾ ബാക്കി കഥ നിങ്ങൾ പൂരിപ്പിച്ചോളൂ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഫാത്തിമ? ഉണ്ടോ ഫാത്തിമക്ക് ഈ കഥ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ഒരു കുട്ടി കൊടയില്ലാതെ മഴയത്ത് നനഞ്ഞു നിൽക്കുകയായിരുന്നു. ആയിക്കോട്ടെ, എഴുതിക്കോളൂ. അല്ലെ? ഒരു കുട്ടി, അല്ലെ, മഴയത്ത് കുടയില്ലാതെ നിൽക്കുകയായിരുന്നു, അല്ലെ? നിൽക്കുകയായിരുന്നു എന്നുള്ളതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേർഡ് പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഇല്ലേ? പഠിച്ചിട്ടില്ലേ? കാർത്തികാദാസ് എവിടെ? കാർത്തിക എന്താണ്? ആരുല്ലേ ഇതിനകത്തിപ്പോ? ആൽബിൻ തോമസ് ആൻഡ്രൂ സോളമൻ, ആതിര സുനിൽ, പറഞ്ഞോളൂ. ആതിര സുനിൽ വന്നിട്ടുണ്ടായല്ലോ. ആതിര സുനിൽ. ആശ കെ ജയൻ, ഇനി ആര് പറയും? ആരെ വിളിച്ചിട്ടും പറഞ്ഞില്ല. It was when I noticed, then I saw that a child was. മുന്നേ വായിക്കാൻ പറ്റില്ല, ഒന്നുകൂടി ഒന്ന് അയക്കും മോനെ. വായിക്കാൻ പറ്റില്ല. പറഞ്ഞോളൂ. പറഞ്ഞോ. It was raining when I noticed, and then I saw that a child was standing there without an umbrella. Without an umbrella, അല്ലെ? അപ്പോ മഴയത്ത് ഒരു കുട്ടി എങ്ങനെയാണ് കുടയില്ലാതെ നിൽക്കുന്നത് ഞാൻ കണ്ടു, അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങള് ഉണ്ടല്ലോ. അപ്പോ വീണ്ടും ഞാൻ നോക്കി, അല്ലെ? വീണ്ടും, അല്ലെ? കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ നോക്കി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം എങ്ങനെ പറയും? കുറച്ച് സമയങ്ങൾക്ക് ശേഷം. ജയലക്ഷ്മി, വിത്തൗട്ട് ആൻ അംബർല. വിത്തൗട്ട് ആൻ അംബർല എന്ന് ചേർക്കണം കേട്ടോ. വിത്തൗട്ട് ആൻ അംബർല. ആഫ്റ്റർ സം ടൈം, അല്ലെ? ഓക്കെ. ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയത്തിന് ശേഷം. ആഫ്റ്റർ, അല്ലെ? ഞാൻ വീണ്ടും നോക്കി, അല്ലെ? ഞാൻ വീണ്ടും എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു എന്നോ? ശ്രദ്ധിച്ചു, അല്ലെ? ആഫ്റ്റർ സം ടൈം വിത്തൗട്ട് ആൻ അംബർല ലിറ്റുമോളെ എങ്ങനെയല്ല പറഞ്ഞത്? ഞാൻ വീണ്ടും നോക്കിയപ്പോൾ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്.
He is still there. അത് പറയാം. സ്റ്റിൽ ദെയർ എന്ന് പറയണതിന് കുഴപ്പമില്ല അല്ലെ? ഹീസ്. അപ്പൊ നമ്മൾ എന്താണ് അവിടെ തന്നെ നിൽക്കുകയാണ് എന്നുള്ളത് എന്ത് വരും? Standing there. when I saw അല്ലെ, ഞാൻ കണ്ട കാര്യമാണ് അല്ലെ. when I saw he is അല്ലെ, ഞാൻ കാണുന്നു എന്നല്ല, ഞാൻ കണ്ടു. I saw he is now അല്ലെ, ഇപ്പോഴും അല്ലെ, still അല്ലെ, ഇപ്പോഴും still. he is അതാണ് പ്രധാനം കേട്ടോ. he എന്താണ്? നിൽക്കുകയാണ്. he is standing there അല്ലെ, അവൻ അവിടെ നിൽക്കുകയാണ്. ഇതേപോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റോ ഫാത്തിമ? യെസ് മാം. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കഥ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റോ? ഇത് കറക്റ്റ് ആണ് ഷിയാസ്. കറക്റ്റ്. സംസാരിക്കാൻ പറ്റുന്നവര് ഇനി ഓഡിയോ ആയാലും കുഴപ്പമില്ല, വീഡിയോ ഇല്ലെങ്കിലും പ്രശ്നമില്ല. ചിലർക്കൊക്കെ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നു അല്ലേ? ഉണ്ടോ? നന്നായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് വരാം കേട്ടോ. വാ എന്നിട്ട് സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതേപോലെ ചെറിയൊരു കഥ അങ്ങനെ പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പഠിപ്പിച്ചു തന്ന ടെൻസില്, ഈ പറഞ്ഞ ടെൻസിൽ ഉപയോഗിച്ച് പഠിക്കുക. ആരാ തയ്യാറായിട്ട് വരുന്നത്? ആരാ? അമിന തയ്യാറാണോ? അമിന റെഡിയാണോ? വീഡിയോ ഓൺ ചെയ്യേണ്ട മോനെ. വീഡിയോ ഓൺ ചെയ്യാതെ ഓഡിയോ വെച്ചിട്ട് ചെയ്തു നോക്കൂ. രമ്യ തയ്യാറാണോ മോനെ? ആർ യു റെഡി ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? എന്തെയാ ആരും മിണ്ടാത്ത? എന്താ ഗൗരി ജൂബി വർഗീസ് ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. അന്ന് നിങ്ങളെ കേൾക്കണവരെ ഒന്ന് വന്നിട്ടൊന്ന് സംസാരിച്ചോളൂ. മറ്റുള്ളവരെ എന്താണെന്ന് അറിയില്ല. റേഞ്ച് ഇഷ്യൂസ് ഉണ്ട് അല്ലെ ജോബി വർഗീസ്? ഓക്കെ ജോബി, അങ്ങനെയാണെങ്കിൽ റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതന്നെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലെങ്കിൽ വേണ്ട, നമുക്ക് തിരുത്താലോ. എന്തിനാണ് പേടിക്കണത്? അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇംഗ്ലീഷിന്റെ ആൾക്കാരൊന്നും അല്ലല്ലോ ഇവിടെ ഇരിക്കണ, ആരും തന്നെ അല്ല. എല്ലാവരും ഇങ്ങനെ പഠിച്ചു വന്നേയുള്ളൂ. അപ്പൊ തെറ്റൊക്കെ പറ്റാം, അതൊക്കെ സ്വാഭാവികം. മറന്നിരുന്നത് കൊണ്ട് ഒരിക്കലും തെറ്റുകൾ തിരുത്തപ്പെടുകയും ഇല്ല. അതാണ്. വന്നോളൂ. ഇപ്പൊ നേരത്തെ വന്നവരൊക്കെ തന്നെ ഒന്നും കൂടി ഒന്നും സംസാരിച്ചോളൂ. നിങ്ങളെങ്കിലും പഠിക്കട്ടെ. എക്സാമ്പിൾസ് പറഞ്ഞാല് അതിനനുസരിച്ച് മാറ്റിട്ട് പറഞ്ഞാ പോരെ? മതി. മാം എക്സാമ്പിൾസ് തന്നിട്ട് നമ്മൾ മാറ്റിയിട്ട് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ മതിയോ? അത് മതി, അങ്ങനെ മതി. അപ്പൊ ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കണ്ട എന്നാണോ പറയണ? അതിലും കൂടുതൽ മാം തരുമ്പോ നമുക്ക് കുറച്ചുകൂടി, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഗോയിങ് അതും ഇതും മാത്രമേ വരൂ. മാമിനാകുമ്പോ കുറച്ചും കൂടി വരുമല്ലോ. ഓക്കെ. പറയുകയാണെങ്കിൽ ആ കുറച്ചുകൂടെ ഉള്ളതും കൂടി പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം? നല്ല നല്ല സെന്റൻസുകളൊക്കെ വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. ഒരു കഥക്കുള്ള സെന്റൻസ് ഒക്കെ ഉപയോഗിക്കാം. ഇനി അപ്പൊ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് നമ്മൾ വാസ് ഓർ പ്ലസ് ഗോയിങ് ആണ്, നമ്മള് ING ആണ് നമ്മള്
ഉപയോഗിച്ചത്. പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അല്ലെ. ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു അല്ലെ, ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ്? ഹാവ് യൂസ് ചെയ്യണം. ആ, അത് ഇപ്പൊ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് എന്താണ്? ഞാൻ അവിടെ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇപ്പോഴും 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തുടരുന്നുണ്ട്. എന്നാലെന്താണ് അവസാനിക്കുന്നില്ല. അപ്പൊ എന്താണ്? I have been studying അല്ലെ. ഞാൻ ഇപ്പോൾ അവൻ എന്താണ്? അപ്പൊ നിങ്ങൾ പറയണേ എന്റെ മകൻ ഇപ്പോഴും 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന സ്കൂളിൽ ഒരു അപേക്ഷ എഴുതാൻ പറയാണ്. എന്റെ മകൻ ഗൗതം എയ്ത്ത് സ്റ്റാൻഡേർഡിൽ അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും? എന്റെ മകൻ ഗൗതം എന്താണ് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവസാനിച്ചിട്ടില്ല, പ്രവൃത്തി അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതെങ്ങനെ എഴുതും? My son Gautam is studying. അല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും My son have been studying in 8th standard. അതന്നെ അല്ലെ. മൈ സൺ ഗൗതം കേട്ടോ. നിങ്ങൾ എഴുതുമ്പോ കേട്ടോ, മക്കൾക്കൊക്കെ എഴുതി കൊടുക്കുമ്പോ ഗൗതം ഹാസ് അല്ലെ, ഒരാളല്ലേ ഉള്ളൂ. ഗൗതം എന്ന് പറയുന്നത് ഹീ ആണല്ലോ. അപ്പൊ ഹാവ് ചേർക്കരുത്, എന്ത് ചേർക്കണം ശ്രദ്ധിക്കണം അല്ലെ. സിംഗുലർ ആണ്, അതുകൊണ്ട് ഹി ഹാസ് ബീൻ എന്ത് studying. He has been studying എവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? 8th സ്റ്റാൻഡേർഡ്. അവൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെ എഴുതാം അല്ലെ. ഇനി നിങ്ങളോട് ഒരു ലീവ് ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ലീവ് ലെറ്റർ മകൻ എഴുതി കൊടുക്കണം. എന്ത് ചെയ്യും നിങ്ങള്? ഏതായിരിക്കും അഡ്രസ്സിൽ ആദ്യം എഴുതുക നിങ്ങള്? എന്റെ മകൻ ആദ്യം എന്ത് എഴുതണം? നമ്മുടെ ഫ്രം അഡ്രസ് എഴുതണം കേട്ടോ. ഫ്രം എഴുതണം. ഫ്രം എഴുതി കഴിഞ്ഞിട്ട് ഒരിക്കലും എന്തെഴുതാൻ പാടില്ല? ഈ ഒരു കോമ ഇടാൻ പാടില്ല കേട്ടോ. ആ കോമ എന്ത് ചെയ്യണം? കോമ അവിടെ വേണ്ട. ആ കോമ ഇടരുത്. ഫ്രം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അഡ്രസ് ഏതാണോ നിങ്ങളുടെ അത് എഴുതുക. നിങ്ങളുടെ നെയിം, നിങ്ങളുടെ അഡ്രസ് എഴുതുക. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടു എഴുതുക അല്ലേ. ടു എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ ഇടോ? ഇല്ല മാം. ടു എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ കോമ ഇടണോ വേണ്ടയോ? ഇടണം. ഇടരുത് കേട്ടോ. അതാണ് നിയമം കേട്ടോ. പോലെ ശരിയാണ് കേട്ടോ പോകുന്നത്. അപ്പൊ കോമ ഇടാൻ പാടില്ല കേട്ടോ. അത് ശ്രദ്ധിച്ചേക്കണം. ടു അഡ്രസ് എഴുതി കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് എഴുതുക? ആർക്കാ നമ്മൾ കൊടുക്കുന്നത്? ടീച്ചർക്കാണല്ലേ. ടീച്ചർ ടു ദ ടീച്ചർ കേട്ടോ. ദ ടീച്ചർ എഴുതാ കേട്ടോ. ദ ടീച്ചർ ഏത് ക്ലാസ്സിലെ ടീച്ചർ? 8th സ്റ്റാൻഡേർഡ് അല്ലെ. ടീച്ചർ ഏത് സ്കൂളാണെന്ന് കൂടി അവിടെ കൊടുക്കുക. സ്കൂൾ നെയിം അല്ലെ, സ്കൂൾ നെയിം കൊടുക്കുക, സ്ഥലപ്പേരും കൊടുക്കുക. ഇത്രയും മനസ്സിലായോ? സ്കൂൾ നെയിം സ്ഥലപ്പേരും നിങ്ങള് കൊടുത്തിരിക്കുക. എന്നിട്ട് ഇപ്പോഴത്തെ ഒരു പുതിയ നിയമമുണ്ട് ഇംഗ്ലീഷില്. ഒന്നില്ലെങ്കിൽ നമ്മള് പഴയ കാലം മുതൽ ഉപയോഗിച്ചു വരുന്നത് റെസ്പെക്ടഡ് സാർ എന്നല്ലേ ഉപയോഗിച്ചു വരിക. ഈ റെസ്പെക്ടഡ് സാർ എന്ന് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇംഗ്ലീഷില് ഡിയർ സാർ ഉപയോഗിച്ചാലും നോ പ്രോബ്ലം. പുതിയ ഇംഗ്ലീഷില് എന്താണ് മാറ്റം വന്നിരിക്കുന്നത്? റെസ്പെക്ടഡ് സാർ എന്നാണ് നമ്മൾ എല്ലായിടത്തും കൊടുക്കുന്നത് അല്ലെ. എല്ലാ
ഫോർമൽ ആയിട്ടുള്ള ലെറ്റേഴ്സിലെല്ലാം തന്നെ നമ്മൾ റെസ്പെക്ട് സാർ എന്നാണ് കൊടുക്കാറ് അല്ലെ. ഇനി അവിടെ ഒരു ഡിയർ സാറിന് വന്നത് കൊണ്ട് അയാൾക്കൊരു പ്രശ്നം ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റില്ല. ഡിയർ സാർ എന്താണോ ഡിയർ സാറിന് എഴുതിയേക്കുന്നത്, ഇവർക്ക് എന്താ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാം അല്ലെ. ഡിയർ സാറ് സാറപ്പോ പറയാ സാറേ ഡിയർ സാറിന് എഴുതിയത് കൊണ്ട് യാതൊരുവിധ പ്രോബ്ലം ഇല്ല, ഡിയർ സാറിന് എഴുതാം എന്നുള്ളത് ഇപ്പൊ ഒരു നിയമമാണ്. ഡിയർ സാർ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ഫോം എഴുതാം. അപ്പോ ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്ന ആ വേർഡ് നിങ്ങൾക്ക് എഴുതാം അല്ലെ. മൈ സൺ ഇന്നാള് നെയിം കൊടുക്കുക അല്ലെ. നെയിം ഏത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളൊരു അപേക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിനു വേണ്ടി ഏതെങ്കിലും ഒരു അപേക്ഷകളൊക്കെ എഴുതേണ്ടി വരില്ലേ, നിങ്ങൾക്ക് വേണ്ടി വരില്ലേ? അപ്പൊ പ്രിൻസിപ്പാളിനൊക്കെയാണ് കൊടുക്കണമെങ്കിൽ പ്രിൻസിപ്പാളിന് നിങ്ങളുടെ മകൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേന്ന് അറിയാൻ പറ്റുമോ? നമ്മൾ എന്തെങ്കിലും അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം അല്ലെ. എന്റെ മകൻ ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അല്ലെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പഠിപ്പിച്ച് തന്ന കാര്യം എവിടെ ചേർക്കണം, ഇവിടെ ചേർക്കണം. ചേർക്കാൻ പറ്റില്ല എല്ലാവർക്കും, പറ്റില്ലേ? അപ്പൊ എല്ലാം പേര് വെച്ച് അവരവരുടെ മകൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു അത് വെച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയേ. രമ്യ ഒന്ന് പറഞ്ഞു നോക്കിയേ. രമ്യയുടെ മകനോ മകളോ ഏത് സ്കൂളാണ് പഠിക്കുന്നത് അത് വെച്ചിട്ടൊന്ന് പ്രസന്റ് ചെയ്ത് നോക്കിയേ. രമ്യ എല്ലാരും മ്യൂട്ട് അല്ലേ? മ്യൂട്ട്. ഓക്കെ. ജോഫിന്റെ മകനെ കുറിച്ച് അല്ലെങ്കിൽ മകളെ കുറിച്ച് ഇന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏതായിക്കോട്ടെ, ഡിഗ്രി പഠിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ജോഫിൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? My son Joel, 7th standard. He has been studying in. അപ്പൊ പിന്നെ 7th സ്റ്റാൻഡേർഡിന് ആദ്യം പറയേണ്ട കാര്യമില്ല, മനസ്സിലായോ? അവിടെ ആ 7th സ്റ്റാൻഡേർഡ് ഇപ്പൊ മൈ സൺ ജോയൽ 7th സ്റ്റാൻഡേർഡ് എന്ന് പറയണ്ട കേട്ടോ. പകരം എന്ത് പറയണം, ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. Son Joel, he has been studying in 7th standard in this school. 7th സ്റ്റാൻഡേർഡ് ഇൻ ദിസ് സ്കൂൾ അല്ലെ. ഈ സ്കൂളില് എന്റെ മകൻ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ പിന്നീട് നമുക്ക് കാര്യങ്ങൾ പ്രിൻസിപ്പാളിനോട് പറയാം, ബാക്കി നമുക്ക് വിവരിക്കാനുണ്ടാവും അല്ലെ. എന്തിനു വേണ്ടിയാണ് ഞാൻ അപേക്ഷ എഴുതുന്നത്? ഇപ്പൊ ഒരു ബാങ്കിൽ ചെന്നാൽ പോലും ഒരു അപേക്ഷ എഴുതണ്ടേ, വേണ്ടേ? അതിന്റെ കൂടെ വീണ്ടും ഹീ ചേർക്കണോ? ഏതിന്റെ കൂടെ? ചേർത്തതുകൊണ്ട് യാതൊരുവിധ പ്രോബ്ലം ഇല്ല കേട്ടോ. അത് മൈ സൺ ഓക്കെ, മൈ സൺ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇൻ ദി സ്കൂൾ, ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് പറയാം കേട്ടോ. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഹീ വീണ്ടും ചേർത്തത്? അതിനൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പേരെടുത്ത് പറയുന്നില്ലേ, മൈ സൺ അല്ലെ, ഇന്ന ആള് അല്ലെ എന്നത് പറഞ്ഞത് കൊണ്ടാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്തത്, അയാൾക്ക് പ്രാധാന്യം നൽകുന്ന തരത്തിൽ ആര് ഉപയോഗിച്ചത്, ആ പ്രോനൗൺ നമ്മൾ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോ മനസ്സിലായോ? ഡോക്ടർ ആണെന്നുണ്ടെങ്കിലോ? ഡോക്ടർ ആണെങ്കിൽ അത് തന്നെ പറഞ്ഞോളൂ. മിസ്ബ ഒന്ന് പറഞ്ഞു നോക്കി, മിസ്ബയുടെ ഡോക്ടറിന്റെ പേര് വെച്ച് പറഞ്ഞു നോക്കൂ. മൈ ഡോട്ടർ മിസ്ന. അപ്പൊ എന്തായിരിക്കണം, പേരുള്ളത് കൊണ്ട് അവിടെ എന്ത് ചേർക്കുക, ഷീ ഈസ് തന്നെ ചേർക്കുക. അതിനൊരു പ്രാധാന്യം കൊടുക്കണം. ആ പേരിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് എന്ത് കൊടുക്കണം, അപ്പൊ നമ്മള് ഷീ എന്നത് കൂടി ചേർക്കാം. ഷീ ഹാസ് ബീൻ കേട്ടോ. മിസ് ഇപ്പൊ പറഞ്ഞോളൂ. പറഞ്ഞോളൂ, ഒന്നുകൂടി പറഞ്ഞോളൂ. മൈ ഡോട്ടർ മിസ്ന, ഷീ ഹാസ് ബീൻ 3rd സ്റ്റാൻഡേർഡ് ഇൻ ദിസ് സ്കൂൾ. സ്റ്റഡിയിങ് എന്നുള്ളത് നമ്മൾ എന്താ ചെയ്യുന്നത്, അവൾ എന്ത് ചെയ്യുന്നു, അവിടെ പഠിക്കുകയല്ലേ മിസ്ബ? അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ മിസ്? പഠിക്കുക എന്നുള്ളത് അവിടെ വരണ്ടേ, അത് വിട്ടുപോകരുത് കേട്ടോ. സ്റ്റഡി. അപ്പൊ ഒന്നുകൂടി പറഞ്ഞു നോക്കൂ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യൂ.
My daughter Misna, she has been third standard studying. She has been, അത് അപ്പോഴും മിസ്ബ വിട്ടുപോണു, സ്റ്റഡിങ് വിട്ടുപോണു. മാം ഒന്ന് കറക്റ്റ് ആയിട്ട് പറയോ, എനിക്ക് വ്യക്തമായിട്ടില്ല. പറയാം. മൈ ഡോട്ടർ എന്താണ് മിസ്ബയോ? മിസ്ബയോ? യെസ്, മിസ്ബ or മിസ്ന. മിസ്ന. മിസ്ന, she has been studying. കേട്ടോ, she has been studying in third standard എഴുതാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അങ്ങനെ എഴുതാം കേട്ടോ. ആ സ്റ്റഡിങ്ങിന് അവിടെ നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുത്തെന്ന് ചോദിച്ചാല് അതവിടെ കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ എന്താണ്, വേറെ സംശയം ഉണ്ടോ? മാം, ഞാൻ ലൈബ്രറിയിൽ ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. വായിച്ചു അല്ലെ, വായിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. വായിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയും? വായിച്ചു കൊണ്ടിരിക്കുകയാണ്. I have reading library book. I had been ലൈബ്രറിയിലാണ് reading. ഞാൻ ലൈബ്രറിയിൽ ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ വാക്കുകൾ മലയാളം വേർഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. I Had been have been reading. I have been reading. Reading. Reading എന്ത് in a വായിക്കുന്നു? library. Book, എന്താ book. വായിക്കുന്നത്? അതന്നെ. I Book have in a library. I have been കേട്ടോ ജോഫിൻ, അത് വായിക്കുകയായിരുന്നു എന്നാണ് കേട്ടോ. മനസ്സിലായോ? have ആണോ had ആണോ ചേർക്കണ്ടേ? have അതിന് ഹാഡിനെ I have been reading. I have been reading എന്താ a book അല്ലെ? Book. ഒരു ബുക്ക് എവിടെ വായിക്കുന്നു? എവിടെ? In In the library. library. In the library. In the library. ആണോ? I have been reading a book in the library. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാല് ഞാൻ വിളിക്കുന്ന ഓരോരുത്തരും വന്ന് പറയോ ഇജ്മോൾ കറക്റ്റ്. ഐ ഹാവിങ് അല്ല കേട്ടോ, ഹാബീൻ ആണ് കേട്ടോ ഇജ്മോൾ. ഹാബീൻ കേട്ടോ. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ എന്റെ മകൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ഇനി ആ സ്കൂളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു വർഷം ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ എങ്ങനെ പറയും? പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ എന്താണ് ഓൾറെഡി അത് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ അവിടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഞാൻ 10ാം ക്ലാസ്സില് അവിടെ I had studied there. I have been studying 10th standard there. ഹാബീനല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഹാവ് അല്ലേ നമ്മൾ ചേർത്തത്, ഓർക്കുക. നമ്മൾ ഹാവ് I had been studying. അപ്പൊ അവിടെ എന്ത് വരും? ഹാവിന്റെ ഹാസിന്റെ ഒക്കെ എന്താണ്, ഹാവും ഹാസിന്റെ മാറിയിട്ട് അതിന്റെ ആശ്ചര്യം, അതിന്റെ വേറൊരു I had been studying there. I had been studying there. ഞാൻ ആ സ്കൂളിലല്ലേ, ഞാൻ എന്താണ് കോട്ടൺ ഹിൽസ് സ്കൂളിൽ, ട്രിവാൻഡ്രത്തെ കോട്ടൺ ഹിൽസ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു പണ്ട് അല്ലേ. ഞാനൊക്കെ പഠിച്ചിട്ടുള്ള സ്കൂളാണ് അതെന്നൊക്കെ പറയൂലേ, പറയണ്ടേ? ഞാൻ പഠിച്ച സ്കൂളായിരുന്നു അത് അല്ലേ, ഞാനവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ പഠിച്ചിട്ടുണ്ട് താനും, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, എന്താണ് അതൊരു പഠിക്കുന്ന ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു അല്ലെ. അല്ലെങ്കില് ഞാൻ അപ്പൊ എന്താണ് ഐ ഹാഡ് സ്റ്റഡീഡ്. ഐ ഹാഡ് ബീൻ സ്റ്റഡീഡ് അല്ലെ. ഐ ഹാഡ് ബീൻ സ്റ്റഡീഡ് അല്ലെ. ഇപ്പൊ എന്താണ് ആ പ്രവൃത്തി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് താനും. അതെന്താണ് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണെങ്കില്, ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയണെങ്കിൽ എങ്ങനെയാ വരിക? ഒരു മിസ്റ്റേക്ക് വരാം, ഞാൻ അതാണ് വീണ്ടും പറയാം. ഞാൻ പഠിച്ചിട്ടുണ്ട്,
I have studied I more. had studied. പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് സ്റ്റഡീഡ് അല്ലെ? അത് മനസ്സിലായ? ഹാവ് സ്റ്റഡീഡ് അല്ലെ? ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. I have been studied. പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് ബീൻ Studied. ഐ ഹാവ് ബീൻ അല്ല മോനെ, പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് കേട്ടോ. ഐ ഹാഡ് സ്റ്റഡീഡ് അല്ലെ? ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹാഡിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹാവ് എന്ന് വെച്ചാൽ ഉണ്ട്. ഹാവിന്റെ അർത്ഥം എന്താണ്? ഉണ്ട്. ഹാഡ് എന്ന് വെച്ചാല് എനിക്കെന്തോ പണ്ട് അത് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ബുക്ക് അല്ലെ? എനിക്ക് ആ ബുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ആരെ ചേർക്കാം നമുക്ക്? ഈ ഹാഡിനെ ചേർക്കാം. മനസ്സിലായോ? ഉണ്ടായിരുന്നു. എനിക്കൊരു കുട ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? എനിക്കൊരു കുട ഉണ്ടായിരുന്നു. I had. അതന്നെ ചേർത്തോ. ഐ I ഹാഡ് had. ഐ ഹാഡ് Umbrella. അല്ലെ? എനിക്കൊരു കുടയുണ്ടായിരുന്നു. അപ്പോ രാജാവിന് മകൾ ഉണ്ടായിരുന്നു എങ്ങനെ പറയാം? രാജാവിന് മകൾ had a ഉണ്ടായിരുന്നു. The king had daughter. a daughter. The king had a daughter അല്ലെ? Daughter. അപ്പൊ രാജാവിന് ഒരു മകളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കണം? രാജാവിന് ഒരു Have. മകളുണ്ട്. അപ്പൊ കിങ് Have. കിങ് ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ എന്തെടുക്കണം? Have ആണോ? The king Has. ഹാസ് അല്ലെ? എ കിങ് ഹാസ് എ ഡോട്ടർ അല്ലെ? കിങ് ഹാസ് എ ഡോട്ടർ. ഇനി അവനൊരു മകൾ ഉണ്ടായിരുന്നു അല്ലെ? മകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്തോരും? ഹി എന്തോരും? ഹാഡ് എ ഡോട്ടർ അല്ലെ? അവനൊരു മകൾ ഉണ്ടായിരുന്നു. മനസ്സിലായോ? സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇനി ഒന്നുകൂടി ചോദിക്കാൻ ഞാൻ കേട്ടോ. മാം നെയിം വരുമ്പം ഹാസും ഇനിയിപ്പോ നെയിം ഒന്നും ഇല്ല സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഹാഡുവാ. ഇതാ. അപ്പൊ അത് കോമൺ ആയിട്ട് ഇത് മനസ്സിലാക്കി നോക്കണ ഒരു കാര്യമാണ്. അതെങ്കിൽ പോലും നെയിം വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നെയിം പറയണ ഇപ്പൊ എന്താണ്? ആശ ആൻഡ് അഭിരാമി എന്ന് പറയുമ്പോ രണ്ട് നെയിം അല്ലേ? നെയിമാണ് അല്ലെ? അപ്പൊ അവിടെ എന്ത് ചേർക്കാം? ഹാസ് ചേർക്കോ ഹാവ് ചേർക്കോ നമ്മള്? സിംഗുലറും പ്ലൂരലും വരും. അതായത് ഇവിടെ രണ്ടു പേര് വന്നത് കൊണ്ട് ശരിക്കും എന്താണ്? അവരാണല്ലേ? ഒന്ന് എന്താണ്? ഒരാളാണോ? ഇപ്പൊ ആശ മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം? ചേർക്കാം അല്ലെ? ആശയം അഭിരാമി വന്നത് കൊണ്ട് നമുക്ക് ആശ വന്നത് കൊണ്ട് ആശ മാത്രമാണ് വന്നെങ്കിൽ ഹാസ് ചേർക്കാം. ഈ ആശയ അഭിരാമി കൂടി വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചേർക്കാം? അല്ലെ? അല്ല ദേ അല്ല, അവര് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഈ ദേ എഴുതിയത് കേട്ടോ. അല്ലാതെ എന്താണ് ദേ എന്നല്ല. ആശ ആൻഡ് അഭിരാമി എന്നാണെങ്കില് നമ്മൾ ആര് ചേർത്തോളണം? ചേർക്കണം. ആശ മാത്രമാണെങ്കിലേ ആര് ചേർക്കാം? ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ ആയോ? ഓക്കെ. അപ്പോ ഞാൻ പറയണ
ആ ഇതൊന്ന് ഇംഗ്ലീഷിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്ത് നോക്കി. ഒരിടത്ത് ഒരു രാജ്ഞിക്ക് സുന്ദരിയായ മകൾ ഉണ്ടായിരുന്നു. അവർ ഒരു ദിവസം ദിവസവും എന്നല്ല കേട്ടോ, ദിവസം എന്നാണ് കേട്ടോ, ദിവസം കാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നുള്ള ആദ്യം മെസ്സേജ് ഇടാട്ടോ. ഷിയാസെ ഞാൻ പറയാം, ഒരാള് മാത്രം, ഞാൻ വിളിക്കുന്ന ഒരാള് മാത്രം അല്ലെ, ഒരു 2 പേര് വന്നോളൂ. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇവിടെ ചോദിച്ചു മനസ്സിലാക്കിക്കോളൂ. അതിന് കറക്റ്റ് ആൻസർ ആണോ അല്ലയോ, തെറ്റുണ്ടോ ഇല്ലയോ ഒന്ന് നിങ്ങൾ 2 പേരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞൊന്ന് സംസാരിച്ചു നോക്കിയേ. ഇത് എഴുതിയിട്ട് നിങ്ങൾ 2 പേരും കൂടെ ഒന്ന് എഴുതിയോ. ജോഫിൻ വന്നോളൂ, ഷിയാസും വന്നോളൂ. അപ്പൊ 2 പേരും സംസാരിച്ചിട്ട് ഇതിൽ എന്താണ് തെറ്റുണ്ടെങ്കിൽ അത് തെറ്റാണോ തിരുത്തണോട്ടോ എന്ന് പറയാനായിട്ട് പറ്റുമോ നിങ്ങൾക്ക്? പറ്റോ ജോഫിൻ, ഷിയാസെ പറ്റോ? അത് റീസ ആരാ വരുന്നത്? ആരുല്ലേ? രമ്യ ഷിയാസെ പറഞ്ഞോളൂ. നീനു വന്നിട്ടുണ്ട്. നീനു ഷിയാസും തമ്മിൽ പറഞ്ഞോളൂ. There was a queen who has a pretty doctor. Who has a pretty doctor. ശരിയാണ്. ഹാസ് അല്ലെങ്കിൽ അവിടെ വേണമെങ്കിൽ ഷീ ചേർക്കാം കേട്ടോ. ഹാസ് അല്ലെ. There was a queen. There was a queen. She has a pretty doctor. She has a pretty doctor. പിന്നെ അടുത്തത് എന്താണ്? ആരോ വന്നത് നേരത്തെ വന്നത്? One day she has been going to the forest ആണോ മാം? One day she has ആണോ? She has a One day they were going to the forest. They were. One day They were going They to the were going forest. to the forest. they were. മനസ്സിലായോ മോളെ? തെറ്റ് മനസ്സിലായോ? മനസ്സിലായി മാം. One day they were going to the forest. അല്ലെ. അവര് എവിടെ പോയിക്കൊണ്ടിരിക്കും? കാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. മാം ഒരിടത്ത് എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? ഒരിടത്ത് അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? There was അല്ലെ. ഒരിടത്ത് എന്നൊക്കെ പറയില്ല. കിങ് അല്ലെ. ഒരിടത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, എന്താണ് രാജ്ഞി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ ദർവാസെ ചേർക്കാറ്. വൺസ് ചേർക്കാൻ പറ്റോ? വൺസ് അപ്പോൺ എ ടൈം ചേർക്കാം. വൺസ് അപ്പോൺ എ ടൈം there was a king, ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. there was a time. ഓക്കെ. ഇനി
പെട്ടെന്ന് ഒരു സിംഹാവിന്റെ മുന്നിലേക്ക് ചാടി. എങ്ങനെ എഴുതും? പെട്ടെന്ന്. പെട്ടെന്നുള്ളതിന്റെ വാക്കെന്താണ്? സഡൻലി എന്ന് വെച്ചാൽ എന്താണ്? പിന്നെ സഡൻലി എന്നോ ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. പിന്നെ മുന്നിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഫ്രണ്ട്. ഇനിയിപ്പോ ബാക്കി നമുക്ക് ചേർക്കാൻ പറ്റും. ലയൺ. ഓക്കെ, വെരി ഗുഡ് മാളു, വെരി കറക്റ്റ്. മാം ജമ്പഡ് എന്ന് വേണോ? അല്ല ജമ്പ് മാത്രം. ചാടി എന്നല്ലേ ഞാൻ പറഞ്ഞത്? ചാടിന്നാവുമ്പോ ജമ്പ്. ആ തന്നെ. Suddenly a lion jumped in front of them. Very correct, Ms. Law. Suddenly a lion jumped in front of them. Okay. Okay. She asked correct. Vidina correct. മാം ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയാമോ? ആരാണ് അവിടെ സംസാരിക്കണത്? വേറെ ആരും ഇത് അൺമ്യൂട്ട് ആക്കി വെച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആരും അൺമ്യൂട്ട് അല്ലല്ലോ. ലിത അജിത് കുമാർ എന്താണ്? മ്യൂട്ട് ചെയ്യൂ. Sri Ganesh. Who is Sri Ganesh? Suddenly Jayalishmi correct. 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 Sumaya. ഷാനി വർഗീസ് എഴുതിയോ എല്ലാവരും? അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് എഴുതണേന്ന് ഒരുവിധം പിടികിട്ടണുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെ എഴുതാമെന്നുള്ളത്? Yes, ma'am. ഓക്കെ. സഡൻലി എല്ലാം ജമ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. ഇനി പഠിച്ചു വെച്ചിരിക്കുന്ന വേറെ വാക്കുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? തോന്നുന്നുണ്ടോ? നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? Yes, ma'am. അപ്പൊ അടുത്ത വേർഡ് നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടേതായിട്ടുള്ള ചില സാഹചര്യ സർക്കംസ്റ്റൻസസ് ഒക്കെ വരുമ്പോഴെന്ത് ചെയ്യാം? ആ ചാൻസസ് വെച്ചിട്ട് ഹൗ കാൻ മേക്ക് എ സെന്റൻസ് അല്ലെ? നമ്മുടെ മനസ്സിലുള്ള ആശയം ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ജോഫിന് തോന്നുന്നുണ്ടോ? ജോഫിൻ ഷിയാസിന് എങ്ങനെ തോന്നുന്നു ഈ ക്ലാസ്സിനെ കുറിച്ച്? What is your opinion in English? You try to speak in English. How did you feel this class, today's class?
This is more better than to studying everyone to know how can speak How can you speak? anyone else How can you speak? everyone. How can you speak everyone? അല്ലേ ഓരോരുത്തരോട് നമുക്ക് എങ്ങനെ സംസാരിക്കാം അല്ലേ ഏത് വഴിയായിട്ട് അല്ലേ ജോഫിൻ what is your opinion about this class? Jofin? Rijimol, how did you feel it? Yes, How ma'am. did you feel it? You tried to speak in English. How did In you the- feel this? The class was a best helpful of the class. In the speaking in the everyone. We can speak കേട്ടോ. I can speak in English. അങ്ങനെ പറയാ കേട്ടോ. I can speaking in English. Everyone. Everyone അല്ലേ അല്ലെ എനിക്ക് എല്ലാവരോടും എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു അല്ലെ എങ്ങനെ എന്റെ ആശയം ഉപയോഗിച്ചിട്ട് പറയാൻ കഴിയും അല്ലെ എന്നുള്ളതാണ് അല്ലെ എന്റെ ആശയം എന്റെ മനസ്സിൽ എന്ത് ആശയമാണുള്ളത് അത് വെച്ചിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നു അല്ലെ മിസ്ബ Yes, ma'am. What is your opinion? My opinion is in this class, I believe it's a more effective of speak English in front of in others. And to more benefit. എന്താ പറയാ ഒരു I can implement my ideas throughout the more benefits in speak to others to high level. In speak in English അല്ലേ എനിക്ക് പറ്റാവുന്ന വിധത്തില് എനിക്കൊക്കെ സംസാരിക്കാനായിട്ട് സാധിക്കുന്നു അല്ലേ അതാണ് പറ്റാവുന്ന തരത്തില് ഒരു പോസിബിലിറ്റി അല്ലേ പോസിബിലിറ്റി അല്ലെ ഒരു സാധ്യതയുണ്ട് അല്ലെ പോസിബിലിറ്റി സ്പീക്ക് അതേഴ്സ് അല്ലെ മറ്റുള്ളവരോട് എന്താണ് പറയാൻ സാധിക്കുന്നു ടു സ്പീക്ക് അല്ലെ അതേഴ്സ് അല്ലെ മറ്റുള്ളവരോട് അപ്പൊ ഐ ഹാവ് പോസിബിലിറ്റി അല്ലെ പറഞ്ഞോ I can implement my ideas in others. അതെ വെരി കറക്റ്റ് ഐ ഹാവ് ഇംപ്ലിമെന്റ് അല്ലെ ഇംപ്ലിമെന്റ് മൈ ഐഡിയാസ് ടു അതേഴ്സ് അല്ലെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവർക്കും ഒന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ കിട്ടി അല്ലെ അപ്പൊ ഇനി അടുത്തതും കൂടി പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവും കേട്ടോ ഓക്കെ അല്ലേ എല്ലാവരും Okay, ma'am. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് ടീച്ചർ വരും ആരും ലെഫ്റ്റ് ആകരുത് നെക്സ്റ്റ് ക്ലാസ് വി വിൽ മീറ്റ് അഗെയിൻ കേട്ടോ Okay, ma'am. Thank you. ഓക്കെ എല്ലാവരും എന്ത് ചെയ്യാം സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ Okay, ma'am. ഓക്കെ ഓക്കെ Thank you, ma'am.